ഹലോ എവരിവൺ. അപ്പോൾ മാണിക്യത്തിൻ്റെ ലാസ്റ്റ് മോഷണം അല്ല അല്ലേ, അത് തന്നെ രണ്ടാം മോഷണം. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ പടത്തിൻ്റെ പേര് വേണ്ടിയിരുന്നത് മാണിക്യത്തിൻ്റെ മോഷണം അല്ലെങ്കിൽ മാണിക്യത്തിൻ്റെ ലാസ്റ്റ് മോഷണം എന്ന് കണ്ടാവും. കാരണം യഥാർത്ഥത്തിൽ കള്ളൻ മാണിക്യമാണ്. കാരണം അജയൻ എന്നുള്ളത് ഈ മാണിക്യത്തിൻ്റെ ഒരു പിൻഗാമി, ഒരു അമ്പി, അത്രേ ഉള്ളൂ. ആക്ച്വലി അജയനൊന്നും മോഷ്ടിക്കുന്നില്ല. ഈ മാണിക്യം മോഷ്ടിച്ച് വെച്ചതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ റിവീൽ ചെയ്യുന്ന ആളാണ് അജയൻ. അത്രേ ഉള്ളൂ സംഭവം. പടത്തിനെ പറ്റി എന്തായാലും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ, എന്നിട്ടായിരിക്കും വന്നിരിക്കണേ. ഓക്കെ, എന്തായാലും നമ്മുടെ അഭിപ്രായം പറയാം. നമുക്കറിയാവുന്ന ഒരു 3 ടൊവിനോ ആണ്: കേളു, മാണിക്യം, അജയൻ. ഈ 3 പേരിൽ എൻ്റെ പേഴ്സണൽ ബെസ്റ്റും ഷോ സ്റ്റോപ്പർ എന്നുള്ളത് നമ്മുടെ മാണിക്യമുത്താണ്. എന്താ ലെവൽ ഐറ്റം. ഫുള്ള് പൈസ വസൂലാവണത് മാണിക്യത്തിൻ്റെ ഷോ കൊണ്ടാണ്. മാണിക്യത്തിൻ്റെ ഷോ, ആക്ടിങ്, ബ്രില്യൻസ്, ഇതിനൊക്കെയാണ് ആക്ച്വലി പൈസ കൊടുക്കേണ്ടത്. പടം തുടങ്ങണത് കേളു ടൊവിനോ എന്നാണെങ്കിലും കേളുവിൻ്റെ ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ. പിന്നുള്ള കളി മാണിക്യം അജയനും കൂടിയാണ്. ഒരു ടോം ആൻഡ് ജെറി കളിയാണ്. കാരണം അജയൻ ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്ത് പസൽഡായിട്ട് നിൽക്കുന്ന സമയത്തും അതിൻ്റെ റിയാലിറ്റി റിവീൽ ചെയ്യണത് നമ്മുടെ മാണിക്യമാണ്. മാണിക്യത്തിൽ കൂടിയാണ് അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബ്രില്യൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ ചോദ്യങ്ങളായിട്ടാണ് അജയൻ ചെന്ന് ഓരോ സ്ഥലത്ത് എത്തണത്. ബട്ട് അതിൻ്റെ ആൻസർ, അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ റിവീൽ ചെയ്യണത് മാണിക്യത്തിൽ കൂടെ. അത് പൊളിച്ച ആ ഒരു സംഭവം അതെനിഷ്ടപ്പെട്ട്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഐശ്വര്യനോട് നിങ്ങൾ കാണിച്ചത് ശരിയായില്ല. അത് എനിക്ക് ഡയറക്ടറോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ്. അത് തീർത്തും അൺആക്സെപ്റ്റബിൾ ഫോർ മീ. കാരണം ഇത്രയും നല്ലൊരു ആക്ട്രസിനെ നിങ്ങൾ കിട്ടിയിട്ട് വെറുതെ ഒരു സിമ്പിളപ്പൻ ക്യാരക്ടർ കൊടുത്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾ വിട്ടുകളന്നെ. അത് മോശമായിപ്പോയി, വളരെ മോശം. കാരണം ഐശ്വര്യൊക്കെ ഏത് ലെവലാണെന്ന് നമുക്കറിയാവുന്നല്ലേ. അങ്ങനത്തെ ഒരു ആക്ടർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ല. അത് വളരെ വിഷമമായിപ്പോയി. പിന്നെ ഉള്ളത് സുരഭി അതിൻ്റെ ക്ഷീണമൊക്കെ തീർത്ത് പൊളിച്ചിട്ടുണ്ട്. 2 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. ഒന്ന് വയസ്സായിട്ടും ഒന്ന് ചെറുപ്പമായിട്ടും, രണ്ടിലും പൊളിച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ ഇൻറ്റൻസ് ആ ചെറുപ്പക്കാരി സുരഭിയാണ്. വേറെ തന്നെ ഒരു റോ ലെവല്. സുരഭിൻ്റെ വേറൊരു സംഭവമുണ്ട്, ഈ കണ്ണിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ. അത് സുരഭിൻ്റെ മിക്ക പടത്തിലും അങ്ങനെ ആ ഒരു ഐറ്റം സുരഭി ഇറക്കാറുണ്ട്. അത് ഇതിനകത്ത് ശരിക്ക് വർക്കൗട്ടായിട്ടുണ്ട് ആ സംഭവം. പിന്നുള്ള നായിക എന്ന് പറഞ്ഞാൽ കീർത്തി ഷെട്ടി. അത് ആ തെലുങ്കിലും കന്നഡയിലൊക്കെ ബുള്ളറ്റ് ഓടിച്ച് നടന്ന പെങ്കൊച്ചിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതിപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ. അതിനകത്ത് പ്രത്യേകിച്ചൊരു വാവ് ഫാക്ടറും കുന്തോന്നുമില്ല. ഒരു നോർമൽ ക്യാരക്ടർ, അത്രേ ഉള്ളൂ സംഭവം. അജയനൊരു പേര് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ നമ്മുടെ ബേസിൽ മുത്തുണ്ട്. ബേസിലും അജയൻ്റെ കൂട്ടുകാരനായിട്ടാണ്. കട്ടക്ക് തന്നെ ഉണ്ട്. വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറൊന്നുമല്ല, എന്നാലും ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നുള്ളത് അജുക്കൊരു സീരിയസ് ക്യാരക്ടറായി പോയി. കാണിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മുഖം ദീർഘിച്ചിങ്ങനെ നിൽക്കണ ഒരു സംഭവം, വായ തുറക്കാൻ വേണ്ടി പൈസ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. ജഗദീഷിൻ്റെ പൊളി ക്യാരക്ടറാണ്. അത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹരീഷ്, വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളത്. തമിഴിലുള്ള പോലെ വലിയ കയ്യാങ്കളിക്കൊന്നുമില്ല. ബട്ട് വായി വെച്ചുള്ള കസരത്തും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നൊരു കാര്യം പറയാനുള്ളത്, എന്തൊക്കെ വന്നാലും നിങ്ങൾ 3D തന്നെ കാണണം. കാരണം 3Dക്ക് വേണ്ടിയുള്ള രീതിയിലാണ് അവർ പടം എടുത്ത് വെച്ചേക്കുന്നത്. ഫ്രം ദ ബിഗിനിങ്, പേര്, ടൈറ്റിൽ കാർഡ് തുടങ്ങി തീരണ വരെയും അതിനുള്ള പരിപാടികളൊക്കെ അവർ ഇടയിലിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 3Dയിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൊവിനോൻ്റെ ഫൈറ്റ്. എന്താണ് മച്ചാൻ കാണിച്ചു വെച്ചേക്കുന്നത്? കളരിപ്പൈറ്റാണ് സംഭവം. കളരിപ്പൈറ്റ്, കുങ്ഫു, ലൂഡോ, അത് ഈ പടം കണ്ടാൽ മനസ്സിലാവും എന്താണ്. അപ്പോൾ മെയിനായിട്ട് കളറിപ്പൈറ്റാണ് കാണിക്കുന്നത്. ടൊവിനോൻ്റെ അതിനകത്തുള്ള പ്രൊഫഷൻസി എന്തായാലും മച്ചാൻ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ അതിനൊക്കെ കേട്ടതാണ്. അതിനുള്ള റിസൾട്ട് എന്തായാലും 100% നമുക്ക് ഈ പടത്തിൽ കാണാം. ഇത്രയും നല്ലൊരു കിഡ് പെർഫോമൻസ് നമുക്ക് തന്നതിന് ടൊവിനോ മച്ചാ, താങ്ക് യു. പിന്നെ ക്യാമറ വർക്ക്, ഫൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെ. 1-2 ഫോക്ക് സോങ് പോലത്തെ സംഭവങ്ങളുണ്ട്, അതും ഓക്കെ. അല്ലാണ്ടുള്ള പാട്ടുകളൊന്നും എനിക്ക് അത്ര വർക്കായില്ല. ബട്ട് ഈ ഫോക്ക് സോങ് ഇടക്ക് അത് ക്ലൈമാക്സോടെയും ലാസ്റ്റൊക്കെ വരുന്നത് അത് പൊളിച്ചിട്ടുണ്ട്. പിന്നെ BGM കൊള്ളാം. പിന്നെ നമ്മൾ പറയേണ്ടത് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഡയറക്ടർ ജിതിൻ രാജ്. ഇതിൻ്റെ എല്ലാം മാസ്റ്റർ മൈൻഡ്. ഇങ്ങനത്തെ ഒരു പടം ഒപ്പിച്ചെടുത്തത് 5-6 വർഷത്തെ പരിപാടിയാണ് പറഞ്ഞിട്ട്. എന്തായാലും ഹാർഡ് വർക്ക് പേസ് ഓഫ്. പിന്നെ സാധാരണ ഇമാതിരി ഫാൻറ്റസി പടം കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, കുറേ കാര്യങ്ങൾ മനസ്സിലാവില്ല. ഒന്നില്ലെങ്കിൽ ആ കഥകൾ അറിയുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ഇത് കുറേ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ പടത്തിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഏത് ഒരു പൊട്ടനും മനസ്സിലാവുന്നുള്ള രീതിയിലാണ് കഥ പറഞ്ഞു പോയേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മാണിക്യത്തിൽ ഓരോ കാര്യങ്ങൾ അൺലോക്ക് ചെയ്ത് ഇങ്ങനെ വരുന്ന കാണാൻ വേണ്ടി നല്ല രസമാണ്. പിന്നെ സ്പെഷ്യൽ മെൻഷൻ, ഒരു വോയിസ് ക്യാമിയോ ഉണ്ട്. അത് പടത്തിൻ്റെ തുടക്കത്തിലുമുണ്ട് അവസാനമുണ്ട്. ശംഭോ മഹാദേവ, എല്ലാം കാണുന്നവൻ ഞാൻ. ആരാന്ന് നിങ്ങൾ
പടം കാണുമ്പോൾ അറിയാം. പടം വല്ലാത്ത ആന സംഭവമാണ്, മറ്റേതാണ് മറിച്ചതാണ്, ബാഹുബലിയാണ്, ആറാറാന്നൊന്നുമല്ല ഞാൻ പറയണത്. നമുക്ക് കാണിച്ചു തന്നെ സംഭവം എന്തായാലും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ എന്താണോ കാണാൻ പോയത് അതിനെന്താ ഉള്ളത്, എന്തായാലും നമ്മ നിരാശരായിട്ട് മടങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും പൈസ വസൂൽ പടം തീർച്ചയായിട്ടും പോയി കാണാം, അതും 3Dയിൽ കാണാം. അതാണ് നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ കണ്ട് കമൻറ്റ് ചെയ്യുക മക്കളെ, കമൻറ്റ് ചെയ്യ്, മറക്കാണ്ട് കമൻറ്റ് ചെയ്യ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പടമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.